വയലാറിൻ്റെ രണ്ടുവരി കവിതയുണ്ട്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഈ കവിത ജോഷ് ചേട്ടൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവൃത്തിയിലേക്ക് വന്നതെന്ന് നമുക്കിന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ജോഷ് ചേട്ടാ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുപാട് സംസാരിച്ചു. ഈ ദിവ്യരക്ഷാലൻ തുടക്കത്തെക്കുറിച്ച് നമ്മൾ പറയുകയും ചെയ്തു. പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ജോഷ് ചേട്ടന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതൊരു എപ്പിസോഡിൽ അവസാനിക്കുകയില്ല, ഇനിയും ഉണ്ടെന്ന് പറഞ്ഞ് പ്രേക്ഷകരോട് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഈ ചൊല്ലിയ കവിത ഞാനൊരു പ്രത്യേക അർത്ഥത്തിലാണ് ചൊല്ലിയത്. ജോഷ് ചേട്ടൻ വൈദികനാകാൻ പഠിച്ചതായിട്ട് എനിക്കറിയാം. അപ്പോൾ അതെങ്ങനെയാണ്, ആ ശാസ്ത്രം എങ്ങനെയാണ് ജോഷ് ചേട്ടൻ്റെ ജീവിതത്തിലേക്ക്, ആ ദൈവശാസ്ത്രത്തിൻ്റെ രഹസ്യങ്ങൾ എങ്ങനെയാണ് ഈ ജീവിതത്തിൽ തുണയായതെന്നൊന്ന് വിവരിക്കാവോ? ആ പഠനകാലം. തീർച്ചയായിട്ടും മഞ്ജു, തീർച്ചയായിട്ടും. എനിക്കതെല്ലാം പങ്കുവയ്ക്കുന്നത് വളരെ ഹൃദ്യമായ ഓർമ്മകളാണ്. അതിനകത്തേക്കെല്ലാം ഒത്തിരി സങ്കടമുള്ള ഓർമ്മകളുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ മോള് പറഞ്ഞ ആ കവിത, നോവുമാത്മാവിനെ സ്നേഹിക്കും തത്വശാസ്ത്രം പൂക്കുന്ന കാൽവരി, സ്നേഹത്തിൻ്റെ തത്വശാസ്ത്രം പൂത്ത കാൽവരി. അപ്പോൾ കാൽവരിയിൽ നമുക്ക് വെളിപ്പെട്ട ആ സ്നേഹം എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായിരുന്നു എന്ന് ഓർത്താൽ അത് വിവരണാതീതമാണ്. കാരണം പല കാൽവരികൾ കയറി ഇറങ്ങിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ 30 വർഷങ്ങൾക്ക് ശേഷം 6 ഹോമുകളിലായിട്ട് ഇത്രയും മക്കളെ സംരക്ഷിക്കാനും പരിപാലിക്കാനും സ്നേഹിക്കാനും നമുക്ക് പറ്റുന്നത്. അതൊരു ഭയങ്കര സ്നേഹമുള്ള നന്മയുള്ള ഓർമ്മയാണ് എൻ്റെ സെമിനറി ജീവിതം. സത്യം പറഞ്ഞാൽ 11 വർഷം. അതെ അതെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. അതായത് 15 വയസ്സ് മുതൽ 26 വയസ്സ് വരെ വളരെ ഹൃദ്യമായ സ്നേഹം നിറഞ്ഞ ഓർമ്മകൾ അതിനെക്കുറിച്ച് ഒത്തിരിയുണ്ട്. പിന്നെ സെമിനാരിൽ നിന്ന് പോകുന്ന സാഹചര്യങ്ങളൊക്കെ കുറേ വേദനാജനകമായ കാര്യങ്ങൾ. ജീവിതം അതാണല്ലോ, സമ്മിശ്രമാണല്ലോ. പക്ഷേ ഇന്ന് ഞാൻ തിരിച്ച് ചിന്തിക്കുമ്പോൾ ഈ 30 വർഷത്തെ സേവനം എനിക്ക് ചെയ്യാൻ സാധിച്ചത് ഈ 11 വർഷം സെമിനാരിലായിരുന്നുള്ളത് കൊണ്ട് മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനൊരു വിളി സ്വീകരിച്ച് വൈദികനാകണമെന്നുള്ളൊരു താല്പര്യത്തോടെ അങ്ങ് പോയി. പക്ഷേ ഞാൻ തിരിച്ചു വന്നിട്ടും 11 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിട്ടും എൻ്റെ ഉള്ളിൽ എൻ്റെ വിളി അത് തന്നെയായിരുന്നു എന്നുള്ള ചിന്ത കുറേ കാലത്തേക്ക് പോയി. അങ്ങനെ പോയതുകൊണ്ടാണ് 42-ാം വയസ്സിൽ കല്യാണം കഴിക്കേണ്ടി വന്നത്. 26 വയസ്സിൽ തിരിച്ചു വന്നിട്ട് 42-ാം വയസ്സ് വരെ ഞാൻ വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാതെ ഈ ശുശ്രൂഷയും. കാരണം എൻ്റെ ഉള്ളിൽ അപ്പോഴും ഈ ചിന്ത, എൻ്റെ വിളി ഒരു സിംഗിൾ ലൈഫ്, സംഘർഷമുണ്ട്. പിന്നെ അതെല്ലാം വിവേചിച്ച് തന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലും. ഇപ്പോൾ സ്നേഹം എൻ്റെ ഭാര്യ ആയിരിക്കുന്നതും ഞങ്ങൾക്ക് 2 പേർക്കും കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഈ ശുശ്രൂഷകളെല്ലാം നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതൊക്കെ വലിയ ദൈവിക പരിപാലനയുടെ ഭാഗമാണ്. അപ്പോൾ 11 വർഷം എന്ന് പറയുമ്പോൾ ആ ഹൃദ്യമായ ഓർമ്മകൾ ഞാൻ ഒന്ന് അയവിറക്കി ഞാൻ പറയാം. കാരണം അതിനകത്തെല്ലാം കുറേ പാഠങ്ങൾ ഇനിയും എനിക്ക് പഠിക്കാനുണ്ട്. ഇത് കേൾക്കുന്ന എനിക്ക് തോന്നുന്നതെന്നറിയാമോ, ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിലേക്ക് ജോഷ് ചേട്ടൻ കൊണ്ടുവരുമ്പോൾ ഒന്നും പഠിക്കാതെ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റത്തില്ലല്ലോ. പഠന കാലയളവായിരിക്കാം. തീർച്ചയായിട്ടും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയാണെങ്കിലും ദിവ്യരക്ഷാലനത്തിലാണെങ്കിലും ഉണ്ടായിട്ടുള്ള ചില ക്രമങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഫോർമേഷൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഞാൻ ഈ 186 കുഞ്ഞുങ്ങളും 10-20 അമ്മമാരും ഉണ്ട് 3 ഹോമുകളിലായിട്ട്. എന്താ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധികാരികമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. എൻ്റെ ഡിഗ്രി സ്റ്റഡീസും അതോടൊപ്പം തന്നെ സെമിനാരി സമയത്ത് പഠിച്ച BPH-ഉം BTH-ഉം ഇതേ ഉള്ളൂ എനിക്ക് പഠിത്തമായിട്ട്. സൈക്കോളജിക്കലോ അല്ലെങ്കിൽ ചൈൽഡ് കെയറോ അല്ലെങ്കിൽ ചൈൽഡ് റെയറിംഗ് ഒന്നും ഞാൻ ആധികാരികമായിട്ട് പഠിച്ച ആളൊന്നുമല്ല. പക്ഷേ ഈ 30 വർഷത്തെ അനുഭവം ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ 15 വയസ്സിലേക്ക് പോയാൽ, വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ മൂത്ത മോനാണ്, ഞാൻ എൻ്റെ 15-ാം വയസ്സിലേക്ക് തിരിച്ചു പോയാൽ വീട്ടിലത്തെ ഉത്തരവാദിത്തങ്ങൾ, 15 വയസ്സിൽ ഞാൻ മൂത്ത മോനാണ്, അപ്പോൾ വീട്ടിൻ്റെ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ ദൈവവിളി എനിക്ക് പള്ളിയുമായിട്ടൊക്കെ ഇടപെട്ട് ജീവിച്ചതുകൊണ്ടും വൈദികരോടും സന്യസ്തരോടും ഒക്കെ ഉള്ളൊരു അദമ്യമായ വാത്സല്യവും സ്നേഹവും. കാരണം മയിലക്കൊമ്പ് ഇടവയെ സംബന്ധിച്ച് പള്ളിയുണ്ട്, തൊട്ടടുത്ത് 3 കോൺവെൻറ്റുകളുണ്ട്.
അപ്പോൾ അവിടെയുള്ള എല്ലാ സിസ്റ്റേഴ്സും എല്ലാവരുമായിട്ടും നല്ല നമ്മളോട് ഭയങ്കര വാത്സല്യവും സ്നേഹവും, പിന്നെ ചാച്ചനും അമ്മച്ചി ആ ഒരു ആത്മീയ കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു നിഷ്കർഷയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളെ ആ ഒരു രീതിയിലാണ് ഫോം ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഓൾട്ടോ ബോയ് ആണ്, 15 വയസ്സിൽ ഓൾട്ടോ ബോയ് ആണ്, ആ കൂടെ മിഷലീൻ്റെ സജീവ പ്രവർത്തകനാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സേവന മേഖലയിലും ദൈവികമായ കാര്യങ്ങളിലും ഒക്കെ ഒരു കൂടുതൽ ഇൻട്രസ്റ്റ് ആ സമയത്ത് ഉണ്ടായിരുന്നതുകൊണ്ടും, പിന്നെ അതൊരു പരിപാലനയുടെ ഭാഗമായിട്ട് സിസ്റ്റർ പെറ്റീഷ്യ എന്ന് പറയുന്നൊരു അമ്മ സിസ്റ്റർ ഉണ്ടായിരുന്നു നമ്മുടെ കോൺവെൻറ്റിൽ. അപ്പോൾ ഞങ്ങളോടൊരു പ്രത്യേക വാത്സല്യമാണ്. എൻ്റെ കൂട്ടുകാർ 5 പേരുണ്ടായിരുന്നു, 2 ജോജോമാരും, ഒരു ഡെന്നിയും, ഒരു ഷൈനും, ഞാനും. അതിനകത്ത് ജോജോയും ഞാനും ഷൈനും സെമിനാരി ചേർന്നു 15 വർഷം കഴിഞ്ഞ്, 5 പേരിൽ. ഡെന്നിയും ഒരു ജോജോയുമാണ് സെമിനാരി ചേരാതിരുന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അന്ന് ഞങ്ങളിൽ അച്ഛന്മാരും സിസ്റ്റേഴ്സും തന്ന ഇൻഫ്ലുവൻസാണ്. ഞാൻ സെമിനാരി പോകുമ്പോൾ കക്കുഴിയച്ഛനാണ്, അച്ഛൻ മരിച്ചു. ഒരു ഭാഗ്യ സ്മരണീയനായൊരു നല്ലൊരു അച്ഛൻ. അപ്പോൾ സെമിനാരി പോകാനായിട്ടൊക്കെ ഒരു തീരുമാനം മനസ്സിലെടുത്തപ്പം അച്ഛനും മടത്തിയ സിസ്റ്റേഴ്സും ഒക്കെ നല്ലപോലെ പ്രോത്സാഹിപ്പിച്ചു. വീട്ടിലത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാച്ചന് അമ്മച്ചിക്കും വിഷമമുണ്ട്, കാരണം ഞാൻ മൂത്ത മോനാണ്. പക്ഷേ ഞാൻ സെമിനാരി ചേരുന്നു എന്ന് പറഞ്ഞപ്പം ദേ ഹാപ്പി, ഒരിക്കലും ഒരു നോ പറഞ്ഞില്ല. പ്രത്യേകിച്ച് ചാച്ചനെ സംബന്ധിച്ച് ചാച്ചൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഹി വാസ് നോട്ട് വെരി എക്സ്പ്രസീവ് ഇൻ ലവ്. ഉള്ളിൽ നിറയെ സ്നേഹമാണ്, പക്ഷേ ചാച്ചൻ്റെ പരിപരുത്ത ജീവിത സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹം വാരിക്കോരുത്തുന്ന എക്സ്പ്രസീവ് ഒന്നും ആയിരുന്നില്ല. അതെ അതെ. ദെൻ ഹി ഹാഡ് എ വെരി ഹാർഡ് ലൈഫ്. അതുകൊണ്ടാണ് ചാച്ചൻ എക്സ്പ്രസീവ് ആകാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചാച്ചൻ്റെ ജീവിത അനുഭവമാണ്. ഒരു അത്ര ഈ ഉള്ള സ്ഥലത്ത് മുഴുവൻ കഠിനാധ്വാനം ചെയ്യുക, പക്കാ കൃഷിക്കാരൻ. അപ്പോൾ അതിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളുണ്ട്. ചിലപ്പോൾ നിറയെ വിളകളുണ്ടാവും, ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെടും. അങ്ങനെയൊക്കെ ഉള്ള ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ച പോകുന്നത്. പിന്നെ ചാച്ചൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനെടുക്കാൻ പറ്റാത്ത ഭാരമെടുത്തൊരു മനുഷ്യനാണ്. ചാച്ചനും ഈ പറഞ്ഞ പോലെ ഏകപുത്രനാണ്, 4 പെങ്ങന്മാരായിരുന്നു. അപ്പോൾ പെങ്ങന്മാരുടെ ജീവിത സാഹചര്യങ്ങൾ ചാച്ചന് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ചാച്ചൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ മൂത്ത ചേച്ചി സുസന, ചേച്ചി ജനിച്ച് 9-ാം ദിവസം ആ അമ്മ മരിച്ചുപോയി. അപ്പോൾ അതൊരു ബിഗ് ട്രോമ. അതിനുശേഷം ചാച്ചൻ രണ്ടാമത്തെ കല്യാണം കഴിച്ചു. ആ കല്യാണത്തിൽ ആദ്യത്തെ ഒരു കുഞ്ഞ് ജനിച്ച് അത് മരിച്ചുപോയി. 2ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പം 2ാമത്തെ പ്രസവത്തിന് അമ്മയും കുഞ്ഞും കൂടെ മരിച്ചുപോയി. അപ്പോൾ 2 ഭീകരമായ ദുരിതം ചാച്ചൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സൈക്കോളജിക്കലി ചാച്ചൻ എടുത്തത് എന്നുള്ളൊരു ചോദ്യചിഹ്നം. ചാച്ചൻ്റെ ആ വലിയ സ്നേഹവും വിശ്വാസവും, ദൈവത്തിലുള്ള ആ അചഞ്ചലമായ വിശ്വാസവും ഒക്കെയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ വരുമ്പോൾ ഹി കുഡ് ബി റിയലി മെൻ്റലി സിക്ക് ലൈക്ക് തീർച്ചയായിട്ടും ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകാമായിരുന്നു. പക്ഷെ അതൊക്കെ അതിജീവിച്ച് ആ വിശ്വാസം ചാച്ചനെ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ അമ്മച്ചി ഇപ്പോൾ എൻ്റെ 3ാമത്തെ അമ്മയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ 9 മക്കളും കൂടി ഉണ്ടായി. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ചാച്ചന്. അതുകൊണ്ടാണ് ചാച്ചന് ഈ എക്സ്പ്രസീവ് അല്ല, പക്ഷേ ഹി ഈസ് എ വെരി ഹാർഡ് മാൻ. പ്രത്യക്ഷത്തിൽ ഭയങ്കര കാഠിന്യമുള്ളൊരു മനുഷ്യനായിട്ട് തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുടുംബനാഥന് ചെയ്യാവുന്നതിൻ്റെ 9 ഇരട്ടി ഉത്തരവാദിത്തം ചാച്ചൻ കുടുംബത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ചാച്ചൻ്റെ പെങ്ങന്മാർക്കും അവരുടെ മക്കൾക്കും ഒക്കെ വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗം എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ. അപ്പോൾ ഞങ്ങൾക്ക് ചാച്ചനോടുള്ള ആ ഒരു ചാച്ചനിങ്ങനെ ജീവിതാവസാനം വരെയും ദേഷ്യപ്പെടുമായിരുന്നു. കുഞ്ഞു കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ അത് ഞാനിങ്ങനെ എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് ഒത്തിരി നാൾ ഞാൻ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. എന്തിനാ അമ്മച്ചി ചാച്ചൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്തിനാ ഒരു കാരണമില്ല ചാച്ചൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അപ്പോൾ അമ്മച്ചി ആശ്വസിപ്പിക്കുന്നതാണ്, മോനെ അത് നമ്മൾ അംഗീകരിച്ചില്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ കുഞ്ഞുനാളിൽ തന്നെ ഓരോ ജീവിത സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാൻ പഠിച്ചു. പക്ഷെ ചാച്ചൻ്റെ ഈ ദേഷ്യത്തിന് അപ്പുറത്തുള്ളൊരു ഒരു പാവം ചാച്ചനെ ഞാൻ ഓർക്കണം. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണീര് വരും. അത്ര ഹൃദ്യമായൊരു ഓർമ്മയാണ്. അതായത് 15 വയസ്സിൽ സെമിനാരിൽ പോകാൻ തീരുമാനമെടുത്ത്, അപ്പോൾ അതിനുവേണ്ടി ചാച്ചനെല്ലാം ഒരുക്കി. ഞാൻ ഓർക്കുക 6 പാൻറ്റും 6 ഷർട്ടും പുതുതായിട്ട് മേടിച്ച് വന്ന ആ സമയത്ത്, പിന്നെ ബാഗും കാര്യങ്ങളും എല്ലാം മേടിച്ച് എല്ലാം ഒരുക്കി ഞാൻ പോകുന്ന ആ ദിവസത്തിൻ്റെ ഒരു അനുഭവം പറയാം. ഗദ്ഗതം വരും. കാരണം ആ ഒരു സ്നേഹം, എൻ്റെ അപ്പൻ എന്നോട് അത്രയും സ്നേഹമുണ്ടെന്ന് എനിക്ക് ആദ്യം തോന്നണമെന്നാ. ഈ പോകാനുള്ള തത്രപ്പാടിൽ പേരമ്മ 2 പേരുമുണ്ട്.
മാമിച്ചാച്ചിയുണ്ട്, ഏറ്റവും മൂത്ത പേരമ്മയുണ്ട് വീട്ടിൽ. ഒരു രാത്രി 11 മണിയൊക്കെ ആയി എല്ലാം ഒരുക്കി പെറുക്കി പാക്ക് ചെയ്ത് വെച്ചപ്പോൾ. അപ്പോൾ പേരമ്മമാർ പറഞ്ഞു, മോനെ നീ നാളെ പോവില്ല, നമുക്ക് കുരിശ് വരച്ചിട്ട് കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉറങ്ങാതിരിക്കുന്നത് ഞാനും ചാച്ചനും പേരമ്മമാരും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ. ബാക്കി സഹോദരങ്ങളെല്ലാം കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ കുരിശ് വരയ്ക്കാനിരിക്കുകയാണ്. ഞാൻ പിറ്റേ ദിവസം പോവുകയാണല്ലോ. ത്രികാലജപമൊക്കെ ആരംഭിച്ച് കൊന്തയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ചാച്ചിന് പിടിവിട്ട് പോയി. ചാച്ചിന് പിടിവിട്ടു ഞങ്ങൾക്ക് എല്ലാം സങ്കടമാണ്. പേരന്മാരാണ് കൊന്തയുള്ളത്. അപ്പം ചാച്ചന് ഒരു 53 മണി ജപത്തിൻ്റെ സ്വർഗസ്നായുതാവ് തുടങ്ങി. അപ്പോൾ സ്വർഗസ്നായുതാവ് ചെല്ലി തുടങ്ങിയിട്ട് ചാച്ചന് മുഴുമിപ്പിക്കാൻ പറ്റണില്ല. അപ്പോൾ അത്രയും നാളും എന്നോട് ദേഷ്യപ്പെട്ട എൻ്റെ അപ്പൻ്റെ ഹൃദയത്തിൽ ഇത്രമാത്രം സ്നേഹം ഉണ്ടാരും തിരിച്ചറിഞ്ഞ ഒരു ദിവസമാണത്. അതെ അതെ. പ്രാർത്ഥന മുഴുമിപ്പിക്കാനും പറ്റിയില്ല. അമ്മച്ചി ഒരു വാതിലിന് മാറിയിരുന്ന കാര്യം മുഴുമിപ്പിക്കാൻ പറ്റണില്ലല്ലോ. അതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ പേരമ്മമാരെ ഏതാണ്ടൊക്കെ ചില്ലിക്കുട്ടിയെന്ന് പ്രാർത്ഥന അവസാനിപ്പിച്ച് സ്തുതിയില്ലി പോയി കടന്നു. പിന്നത്തെ ചാച്ചൻ്റെ സ്വഭാവമാണ് അതിനേക്കാളും അത്ഭുതം. ഞങ്ങൾ സെമിനാരി ചേർന്നപ്പോൾ ആലുവയിലാണ്, റിഡംപ്റ്റീവ് സഭാ സമൂഹമാണ്. അപ്പോൾ അന്ന് കേരളത്തിൽ ഈ സഭ ആകെ കേരളത്തിലുള്ള ഒരേ ഒരു ഹോമാണ് ആലുവയിൽ ചുവരെയുള്ളത്. അപ്പോൾ 1732 നേപ്പിൾസിലാണ് വിശുദ്ധ അൽഫോൻസസ് ലിഗോരിയാണ് ഈ സഭ സ്ഥാപിച്ചത്. സോ ഇറ്റ്സ് എൻ ഇറ്റാലിയൻ കോൺഗ്രിഗേഷൻ. അപ്പോൾ അന്നിപ്പോൾ ഇവിടെ ചുവര 3 അച്ഛന്മാരേ ഉള്ളൂ ആകെ. അതിനകത്ത് പ്രഗത്ഭനായ അച്ഛൻ സക്രിയാസനാണ് ഞങ്ങളുടെ ദൈവവിളി ക്യാമ്പും ഒക്കെ നടത്തി ഞങ്ങളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോയതൊക്കെ. പിതൃതുല്യനായൊരു മനുഷ്യൻ. അത് ഞങ്ങൾ ചെന്നതിന് ശേഷവും പിന്നെ ഞാൻ സെമിനാരിൽ നിന്ന് പോരുന്നതിന് ശേഷവും അനിയൻ ബെന്നി അച്ഛൻ അവിടെ അച്ഛനായതിനു ശേഷം ഒക്കെ കുടുംബത്തോടുള്ള ഒരു എൻ്റെ ടോമിയുടെ നേരെയുള്ളത് ഫാദർ ബെനിച്ചൻ റിഡംപ്റ്ററിസ്റ്റ് ആണ്. ഇപ്പോൾ ബെനിച്ചനുണ്ടല്ലോ ഇപ്പോൾ നമ്മളോട് ശുശ്രൂഷയിലെല്ലാം. അപ്പോൾ സക്രിയാസച്ചൻ ആ മരിക്കുവോളം ഈ കുടുംബത്തോടുള്ള ബന്ധവും സ്നേഹവും കാത്തുനിന്ന് ഞാൻ പറയാം. അപ്പോൾ ചാച്ചൻ പിറ്റേ ദിവസം എന്നെ സെമിനാരിൽ കൊണ്ടാക്കി. അപ്പോൾ മയിലക്കൊമ്പിൽ നിന്ന് ജോജോയും കൂടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പോയി എന്നെ സെമിനാരിലാക്കിയിട്ട് ചാച്ചൻ തിരിച്ചു പോന്നു. 3 ദിവസം കഴിയുമ്പോൾ ഞാൻ നോക്കി വെച്ച് ചാച്ച മുറ്റത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തിനുള്ളൊരു 7-8 പ്രാവശ്യമെങ്കിലും ചാച്ചൻ സെമിനാരിൽ വന്നു. അവസാനം സക്രിയാസൻ ചാച്ചനോട് പറയേണ്ടി വന്നു, കുഞ്ഞേട്ടാ ഈ വരവ് വരരുത്, വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മോൻ തിരിച്ചങ്ങോട്ട് പോരുന്നു. ഗാന്ധിയുടെ ഒരു സ്പീച്ച് കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നു, വയനാട്ടിൽ വന്നിട്ട്. ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞ ദിവസം TV വന്നായിരുന്നേ. അപ്പൊ ഇങ്ങോട്ട് വരുമോ എന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇനി. അപ്പൊ പ്രിയങ്ക അപ്പോൾ ഒരു കഥയായിട്ട് പറയാണ്, എൻ്റെ മകനെ ഞാനൊരു ഒരു ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞെന്ന് ഇവിടുത്തെ അമ്മമാരൊന്നും ഇങ്ങോട്ട് അധികം പേര് കാണാൻ അങ്ങനെ വരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞെന്ന്. പക്ഷെ പ്രിയങ്ക ഗാന്ധി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെന്നു. ലാസ്റ്റ് അവർക്ക് പറയേണ്ട വന്നത് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയേണ്ട വന്നത്. ആ കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനില്ലെന്ന് പറഞ്ഞു. അതെ, സത്യമായ അച്ഛൻ അത് സക്രിയാസനെ പറഞ്ഞു, കുഞ്ഞേട്ടാ ഇനി അങ്ങനെ ഓടി വരരുത്, മാസത്തിൽ ഒന്ന് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓർക്കുന്ന ഇതാണ്, 15 വയസ്സ് വരെ എക്സ്പ്രസീവായിട്ടുള്ള സ്നേഹം ഞാൻ അനുഭവിച്ചില്ലെങ്കിലും അന്നത്തെ കാലത്തെ അപ്പന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ ഉള്ളിലുണ്ടായിരുന്ന സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെ സെമിനാരി ജീവിതം പിന്നീടുള്ളതൊക്കെ മനോഹരമായിരുന്നു. എൻ്റെ സെമിനാരി ജീവിത കാലഘട്ടം ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള വളരെ ഹൃദ്യമായിട്ടുള്ള ഓർമ്മകൾ, നല്ല കൂട്ടുകാർ, നല്ല അച്ഛന്മാർ, നല്ല ബ്രദേഴ്സ്. 11 വർഷം ഞാൻ ശരിക്കും എൻ്റെ സെമിനാരി ജീവിതം എൻജോയ് ചെയ്തു. പക്ഷേ അതിനകത്ത് കുറേ ഏറ്റക്കുറച്ചിലുകളുണ്ടായി. അപ്പോൾ ചോര 2 വർഷം കഴിഞ്ഞപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഉടനെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയി. ബാംഗ്ലൂർ 1 വർഷം ചുമ്മാ അടിച്ചു പൊളിച്ച് ജീവിച്ചൊരു ജീവിതം. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ 3 വർഷം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോയ ജോഷി മാത്യുവിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. സെമിനാരിലാണെന്നുള്ളതല്ലാതെ സ്ഥലം മാറിയത് മാത്രമേ ഉള്ളൂ. സ്വഭാവത്തിൽ അങ്ങനെ രൂപീകരണം നടന്നില്ല. എല്ലാ പോരായ്മകളും അതെ. അല്ല, അതൊക്കെ നടക്കുന്നു. അവിടുത്തെ എല്ലാ ടൈം ടേബിളും ഒക്കെ കൃത്യമായിട്ടൊക്കെ പാലിച്ചു പോകും. പക്ഷെ നമ്മുടെ ആന്തരിക മനുഷ്യനുണ്ടാകേണ്ടുന്ന ഒരു മാറ്റം, ഇപ്പൊ ഞാൻ ഐ വെന്റ് ടു ഇമിറ്റേറ്റ് ജീസസ്. ഈശോയെ അനുകരിക്കാൻ പോകുന്ന ഒരു വൈദിക വിദ്യാർത്ഥി എങ്ങനെ ആയിരിക്കണമോ 3 വർഷം കൊണ്ട് എനിക്ക് അങ്ങനെ ആകാനായിട്ട് സാധിച്ചില്ല. കാരണം മുൻശുണ്ടിയും കോപവും ദേഷ്യവും മാത്സര്യ ബുദ്ധിയും ഇതെല്ലാം ഉണ്ട്. ചിലപ്പോൾ ഒക്കെ
ബ്രദേഴ്സിൻ്റെ കൂടെ കൂടിയിട്ടുള്ള വഴക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വഴക്കുകളുണ്ട്. ഒരെണ്ണം ഓർത്ത് കഴിഞ്ഞാൽ അന്ന് വലിയ പ്രശ്നമുണ്ടായി സെമിനാറിൽ. അതായത് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുക ബാംഗ്ലൂർ. ഞങ്ങൾ കേരളത്തിൽ നിന്ന് പോയാൽ ഞങ്ങൾക്ക് വലിയ ക്രിക്കറ്റൊന്നും അറിയത്തില്ല. എന്നാലും എനിക്കിപ്പോൾ എല്ലാ ഈ ഗെയിംസിനോടൊക്കെ ഭയങ്കര ഒരു ക്രേസാണ്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് വോളിബോൾ കളിക്കും, ഫുട്ബോൾ കളിക്കും. ക്രിക്കറ്റ് അവിടെ ചെന്ന പിന്നെയാണ് പരിശീലിച്ചത്. അപ്പോൾ എന്തിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാലും അവിടെ നമ്പർ 1 ആകണം എന്നുള്ളൊരു സ്വഭാവം എനിക്ക് എന്നും ഉണ്ട്. അതെല്ലാം പിന്നെ ഇരുത്തം വന്നതിന് ശേഷം ഈ ഒന്നാമനാകേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ എന്നാ വെച്ചാൽ ഈ മറ്റുള്ളവരെ കാണിക്കാനും അല്ലെങ്കിൽ താൻ പോരിമ അതുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാമുവൽ 2 മാസം മുമ്പ് ഇവിടെ വന്നിട്ട് പോയി. തമിഴ്നാട്ടുകാരനാണ്. അവനും അച്ഛനായൊന്നുമില്ല, പക്ഷേ ഈസ് വർക്കിംഗ് ഇൻ ബാംഗ്ലൂരിനാണ്. അപ്പോൾ സാമുവൽ എന്നാന്ന് വെച്ചാൽ ബോൾ ചെയ്യണ ഞാനാണ്, അവൻ ബാറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ബോൾ ചെയ്യണ ഫൗളാണോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ എറിയണ എയറെല്ലാം അവനിട്ട് കൊള്ളും, വിക്കറ്റ് തെറിച്ചു പോകും. അപ്പോൾ അവൻ അവിടെ നിന്നിട്ട് പറയും അത് നോ ബോളാണ്, അതാണ് ഇതാണെന്ന് എന്നെ ഇതാവും. അപ്പോൾ അവൻ ബാറ്റിൽ നിന്ന് മാറില്ല. അല്ല, അവൻ ഔട്ടായി ക്ലീൻ ബോൾഡ് ആണെങ്കിലും അവൻ ബാറ്റ് വിട്ടിട്ട് പോകില്ല. അവസാനം എനിക്ക് കലി വന്നിട്ട് ഞാൻ ബാറ്റ് ചെയ്യുമ്പോഴേക്കും അവനെ ഗ്രൗണ്ടിന് ചുറ്റും ഓടിച്ചു അടിക്കാനായിട്ട്. പിന്നെ അന്നൊരു ഫാദർ സാന്തിയാഗോ ആണ്. ഹി വാസ് എ വെരി ഫ്രണ്ട്ലി മാൻ. അപ്പോൾ അദ്ദേഹം പിന്നെ അതിനകത്ത് ഇടപെട്ട് സമാധാനമൊക്കെ കൊണ്ടുവന്നു. പക്ഷേ സ്വഭാവത്തിലൊരു സ്ഥായിയായ മാറ്റം ഉണ്ടായത് നൊവിഷ്യേറ്റ് കാലഘട്ടമാണ്. അപ്പോൾ ആദ്യം ഒരു 3 മാസം ഞങ്ങൾ ബാംഗ്ലൂർ തന്നെയായിരുന്നു. സതുപദേശ കോളേജ് എന്ന് പറയും. 4ാമത്തെ വർഷം, അതായത് സെമിനറി ചേർന്ന് 4ാമത്തെ വർഷമാണ് നൊവിഷ്യേറ്റ്. അപ്പോൾ അവിടെ നല്ല പ്രാർത്ഥനാരൂപിയും ധാരാളം സ്പിരിച്വൽ ബുക്സ് മാത്രമല്ല, ധ്യാനങ്ങൾ, സ്വയം ധ്യാനമുണ്ട്. മറ്റുള്ളവർ നമ്മളെ ധ്യാനിക്കാൻ പഠിപ്പിക്കുന്നുമുണ്ട്. ലോട്ട്സ് ഓഫ് സ്പിരിച്വൽ എക്സസൈസസ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് വെച്ചാൽ വിശുദ്ധരുടെ ജീവിതങ്ങളാണ്. ലൈബ്രറിയിലുള്ള ഏതെല്ലാം വിശുദ്ധരുണ്ടോ അവിടെ മുഴുവൻ ജീവചരിത്രം എടുത്താൽ വായിക്കുന്നത്. പിന്നെ കൃത്യമായ സമയത്ത് പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചൈതന്യം പതുക്കെ ഇങ്ങനെ വന്നു. പിന്നെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത്, അതായത് 2 കാര്യങ്ങളാണ് എൻ്റെ സ്വഭാവ മാറ്റത്തിനൊരു മാറ്റം ഉണ്ടാക്കിയ 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ സക്രിയാസിഷൻ. ഞങ്ങൾ നൊവിഷ്യേറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് അച്ഛൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ പളവളപ്പ. എൻ്റെ കൂടെയുള്ള ഒരു ബ്രദേഴ്സിന് എനിക്കുള്ളിടത്തോളം ഷൂ ഇല്ല, എനിക്കുള്ളിടത്തോളം ഷർട്ടില്ല, പാൻറ്റില്ല, ഒന്നുമില്ല. എനിക്കിതെല്ലാം സെറ്റാണ്. അപ്പോൾ ആ പളവളപ്പിലാണ് ഇങ്ങനെ സെമിനാരി ജീവിതത്തിൽ പോണത്. അപ്പോൾ സക്രിയാസിൻ വന്നിട്ട് ഞങ്ങൾക്കൊരു ധ്യാനം തന്നു നൊവിഷ്യേറ്റിൻ്റെ ആദ്യത്തിൽ. അത് തന്നെ എന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോൾ ഈ പളവളപ്പല്ല ജീവിതം. സന്യാസ ജീവിതം ശരിക്കും ദാരിദ്ര്യവ്രതവും അനുസരണവ്രതവും ബ്രഹ്മചര്യവുമാണെന്ന് വളരെ ഹൃദ്യമായിട്ട് സക്രിയാസിൻ ഞങ്ങളെ പഠിപ്പിച്ചു. ആ ധ്യാനം കഴിയുമ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. പിന്നെ 2 ഷർട്ടും 2 പാൻറ്റും അല്ലാതെ പിന്നെ ഞാൻ ഒരിക്കലും ഉപയോഗിച്ചില്ല. എൻ്റെ സെമിനാരി കാലം കഴിയുന്നത് വരെ. അത് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് വിവരക്ഷാലയം ആരംഭിച്ചത് കഴിഞ്ഞപ്പോഴൊക്കെ ഒരു മിനിമം 3 എണ്ണം, അതിൽ കൂടുതൽ ഒരിക്കലും എനിക്കൊരു ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സാധാരണ ചെരുപ്പ്. ഏതാണ്ട് 7-8 വർഷത്തോളം ഞാൻ നിഷ്പാദകനായിട്ട് നടന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, പിന്നെ അത് വേറൊരു എക്സ്ട്രീം ആണെന്ന് പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ നൗ ഇറ്റ്സ് മോസ്റ്റ് നാച്ചുറൽ. വി ഹാവ് ടു ബി വെരി ഓർഡിനറി ടു ബി എക്സ്ട്രോർഡിനറി. ആ ഒരു തത്വം ഞാൻ ശരിക്കും പഠിച്ച ആളാണ്. വി ഹാവ് ടു ബി ഹ്യൂമൻ ടു ബി ഡിവൈൻ. നമ്മൾ ശരിക്കും മനുഷ്യനായെങ്കിൽ മാത്രമേ ദൈവികരാകാൻ പറ്റുള്ളൂ. പച്ച മനുഷ്യരായിരിക്കുക. സന്തോഷം വരുമ്പോൾ സന്തോഷിക്കുക, ദേഷ്യം വന്ന് ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അൺകൺട്രോൾഡ്, ഇറ്റ്സ് കൺട്രോൾഡ്. അതെ. അപ്പോൾ ഒരു നമ്മുടെ എന്നാ വെച്ചാൽ ഈ വെച്ച് കെട്ടുന്ന ആത്മീയതയല്ലാന്ന് കുറേ അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞു. കുറേ നാൾ ഞാൻ കാവ്യ ഇട്ടുകൊണ്ട് നടന്നു. പക്ഷെ എനിക്ക് പിന്നീട് ഞാൻ ആ കാവ്യ ഇട്ടുകൊണ്ട് നടന്ന കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പം ചിരി വരുക. മനസ്സിലായോ? കാരണം എന്താ വെച്ചാൽ ദാറ്റ്സ് നോട്ട് സ്പിരിച്വാലിറ്റി. അല്ല, നമ്മുടെ മനസ്സ് മാറാതെ കാവ്യ ഇട്ടുകൊണ്ട് അതിലുള്ള കാര്യമുണ്ട്. എന്തായാലും അപ്പോൾ ടു ബി ഓർഡിനറി ടു ബി എക്സ്ട്രോർഡിനറി. നമ്മുടെ സാധാരണത്വത്തിൽ അസാധാരണത്വം ജീവിക്കാൻ നമുക്ക് പറ്റും. സത്യം പറഞ്ഞാൽ ഇറ്റ്സ് അവർ ആക്ട്സ് ഓഫ് ലവ്. ഇത് എത്രമാത്രം പുണ്യപൂർവ്വത്തിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആത്മീയത. ബാക്കിയുള്ളതെല്ലാം പ്രഹസനമല്ലേ. അപ്പോൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഭയങ്കര ആത്മീയ പ്രഹസനങ്ങൾ നമ്മളെ വേദനിപ്പിക്കാറുണ്ട്. സത്യമായിട്ട് എന്നെ പലവട്ടം ഒത്തിരി കാര്യങ്ങൾ ചിന്തിപ്പിക്കാറുണ്ട്. ഓക്കെ, ഞാൻ ബാക്കിയുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ സക്രിയാസച്ചിൻ്റെ ആ ധ്യാനം എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. ഇറ്റ് മെയ്ഡ് എ ബിഗ് ഡിഫറൻസ് ഇൻ മൈ ലൈഫ്. 2ാമത്തെ കാര്യം, നൊവിഷ്യലി ഞങ്ങളുടെ കുമ്പസാരക്കാരൻ
അവർ അസിസ്റ്റൻ്റ് നോവിസ് മാസ്റ്റർ, ഒരു ഫാദർ ക്ലിയറിയർ. അദ്ദേഹം അയർലൻഡുകാരനാണ്. അപ്പോൾ ക്ലിയറിയച്ചൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എക്സംപ്ലറിയാണ്. അപ്പോൾ നോവിസ് മാസ്റ്റർ ഉണ്ട്, ഫാദർ പരുത്തിക്കൻ. അച്ഛൻ വളരെ വാത്സല്യ സ്നേഹമുള്ളൊരു നല്ല അച്ഛൻ. പക്ഷേ ഫാദർ ക്ലിയറി ഞങ്ങളെല്ലാം ഒന്നുകൂടി ഇൻഫ്ലുവൻസ് ചെയ്യുമായിരുന്നു, ഭയങ്കരമായിട്ട് സ്വാധീനിക്കുമായിരുന്നു. കാരണം കൃത്യസമയത്ത് പ്രാർത്ഥന. ഞാൻ ഈ ക്ലിയറി അച്ഛനുമായിട്ട് ഇങ്ങനെ കൂടുതൽ അടുക്കാനും അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവിതം എന്നെ സ്വാധീനിക്കാനും കാരണം എന്ന് വെച്ചാൽ രാത്രിയിൽ മൂത്രം ഒഴിക്കാനായിട്ട് കോമൺ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ചാപ്പലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, രാത്രി മൂത്രം ഒഴിക്കാനായിട്ട് കോമൺ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ചാപ്പലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 മണി സമയമൊക്കെ ആയിരിക്കും, 3-3:30 സമയം, 4 മണിയൊക്കെ സമയത്ത് ക്ലിയറി അച്ഛൻ, അയർലൻഡുകാരനാണ്, പത്മാസനത്തിൽ സക്രാരിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുവാണ്, ധ്യാനം, പ്രാർത്ഥന. പിന്നെ ഞങ്ങൾക്ക് കുർബാന ചൊല്ലി കഴിയണവരെയും ഈ അച്ഛൻ പള്ളിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതാ ഇരിപ്പും ആ ഒരു അച്ഛൻ്റെ ജീവിതത്തിലെ ശാന്തതയും. ബാംഗ്ലൂർ, അയർലൻഡിൽ നിന്ന് വന്ന വലിയ ധനാട്യനായ മനുഷ്യൻ ബാംഗ്ലൂരിലുള്ള കോളനിക്കൂടെ നടന്നിട്ട്, സ്ലംസ്, അതിലൂടെ നടന്നിട്ട് ചെയ്യണം. ചുമ്മാ ഒരു ബാഗും തൂക്കിയിട്ടുകൊണ്ട് സ്ലംസിനകത്ത് പോയി പാവങ്ങളുടെ കൂടെ ചെയ്യണ പ്രവൃത്തികൾ. പിന്നെ വലിയ പ്രസംഗങ്ങളൊന്നുമല്ല, പക്ഷേ വചനം പ്രസംഗിക്കാനും അങ്ങനെ. ഫാദർ ക്ലിയറി വാസ് റിയലി ആൻ ഇൻഫ്ലുവൻസ് ഇൻ മൈ ലൈഫ്. ഞാനിപ്പോൾ പറയാൻ തുടങ്ങുമായിരുന്നു, ഒരു പക്ഷേ അതായിരിക്കും ജോഷേട്ടന് പിന്നീടൊരു മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആശയം വരുമ്പം അതിനെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് സ്വീകരിക്കാനുള്ള ഒരു ബേസിക് തോട്ട് നമുക്ക് തന്ന ഒരു പക്ഷേ ക്ലിയറി അച്ഛനായിരിക്കും. ഒരു പക്ഷേ അല്ല, തീർച്ചയായിട്ടും. അതായത് എൻ്റെ സ്വഭാവത്തെ, അതായത് എൻ്റെ ചൂട്ടുപിടിച്ച അല്ലെങ്കിൽ എന്നാ ഈ പ്രകടന ദ്വരത ഉണ്ടാകുന്നില്ല, പ്രകടനപരത. അപ്പോൾ അതൊക്കെ ഒന്ന് ഇരുത്തം വരുത്താൻ, അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഈ ഫാദർ ക്ലിയറിയുടെ ഇടപെടൽ ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ സ്വാധീനിച്ച അപ്പോൾ ഞാൻ പിന്നെ എന്നാ ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ പോകും ക്ലിയറിയച്ചൻ്റെ അടുത്ത്. അപ്പോൾ മാസത്തിലൊരു കുമ്പസാരമുണ്ട്. അപ്പോൾ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ ആ കുമ്പസാരം എന്നെ, ഈ കുമ്പസാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാണ് അപ്പോഴാണ്. അപ്പോൾ അതായത് ദൈവത്തിൻ്റെ ആ കരുണാർദ്ര സ്നേഹം, ഈ ഭൂമിയിൽ നമുക്ക് അളക്കാൻ പറ്റാത്ത ആ സ്നേഹം ആണ് ഈ കുമ്പസാരക്കൂട്ടിൽ നമുക്ക് കിട്ടുന്നതെന്ന അനുഭവത്തിൽ കിട്ടുന്നത് ഈ ഫാദർ ക്ലിയറിലൂടെയാണ്. നമ്മൾ എന്തെങ്കിലും കോച്ചാക്കൊള്ളിയും കോഞ്ഞാട്ടയും കാണിച്ചിട്ട് ചെന്നിട്ട് അപ്പോൾ നമ്മൾ കുമ്പസാരത്തിന് ചെന്നിട്ട് അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പറയുവാണല്ലോ ഓരോ തെറ്റുകളും കുറ്റങ്ങളും. അപ്പോൾ ഒരു തെറ്റ്, ഞാൻ ചെയ്തൊരു കുറ്റം അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ, ഓ മൈ സൺ, ദാറ്റ്സ് വെരി ഗുഡ്. ഒരു തെറ്റ് ഞാൻ പറയുമ്പോൾ എന്നോട് പറയാണ്, ഓ മൈ സൺ, ഓ വെരി ഗുഡ്. അപ്പോൾ ഞാനിങ്ങനെ അതിശയിക്കുക, ഞാൻ തെറ്റ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ, ഗുഡ് എന്നൊക്കെ പറയാം. അടുത്ത ഓ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഞാൻ ഈ തെറ്റ് തുറന്നു പറയുന്നതുകൊണ്ട് അച്ഛന് തോന്നുന്ന സന്തോഷം കൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറയണേ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു എന്നെ അങ്ങ് സ്പർശിക്കാൻ തുടങ്ങി. ബ്യൂട്ടിഫുൾ, ഓ മൈ സൺ, ഓ യു ഡിഡ് ദാറ്റ്, ഇഫ് യു ഡു ദാറ്റ് യു വിൽ ഡു ദി അതർ തിങ്സ് ഓൾസോ. ഉപദേശം തരണ, ഈ തെറ്റ് ചെയ്താൽ പിന്നെ ബാക്കിയുള്ള തെറ്റുകളും ചിലപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് വരും. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഈശോയോട് നമ്മൾ കുമ്പസാരിക്കണം, ഈശോയോട് നമ്മൾ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഈശോ നമ്മളോട് തിരിച്ച് പറഞ്ഞ പോലെയാണ് ഈ കുമ്പസാരക്കുട്ടി നമ്മൾ എഴുതിയിട്ട് വരുമ്പോൾ ചെയ്യുന്നത്. പിന്നെ എന്നാ വെച്ചാൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത്, എനിക്ക് സത്യം പറഞ്ഞാൽ 5 മിനിറ്റ് അടങ്ങി എൻ്റെ കയ്യോ കാലോ അനങ്ങാതിരിക്കില്ല ആ സമയത്ത്. അതായത് ജിറ്ററിയാണ്, ഇങ്ങനെ എന്നാ പറയുക, ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവാണ്. അപ്പോൾ ഈ അച്ഛൻ എങ്ങനെ ഈ ഇരിപ്പിൽ പത്മാസനത്തിൽ മണിക്കൂറുകൾ ഇങ്ങനെ ഇരിക്കുന്നത് ഞാനിങ്ങനെ അത്ഭുതപ്പെടുക. അപ്പോൾ ഞാൻ ഒരു ദിവസം കുമ്പസാരം കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, ഹൗ ആർ യു ഡൂയിങ് ദിസ്, ഹൗ ക്യാൻ യു സിറ്റ് ഡൗൺ ക്വയറ്റ്ലി ലൈക്ക് ദാറ്റ്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, യു കം ആൻഡ് സിറ്റ് ഡൗൺ വൺ ഡേ വെൻ ഐ ആം ദേർ ഇൻ ദ ചാപ്പൽ, യു ഓൾസോ കം ആൻഡ് സിറ്റ് ഡൗൺ വിത്ത് മീ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലോ, ഈ ഇരുന്നിട്ട് എന്നെ കാണിക്കണേ, പുള്ളി എന്നെ ചെയ്യണമെന്ന് നമുക്കറിയത്തില്ലോ. അപ്പോൾ ഈ സെഡ് നോ ഡോണ്ട് വറി, യു ജസ്റ്റ് കം ആൻഡ് സിറ്റ് ഡൗൺ. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ പോയി ഒരു അച്ഛൻ്റെ അടുത്ത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ നിശബ്ദമായിട്ട് ഇരിക്കാൻ നോക്കുമ്പോൾ നമുക്ക് അവിടെ കാലിന് വേദന, പത്മാസനത്തിലിരിക്കണം. അപ്പോൾ കാല് കുറച്ച് കഴിയുമ്പോൾ വേദന ഇരിക്കാൻ തുടങ്ങും, കയ്യിൽ ചൊറിയാൻ തോന്നും, അല്ലെങ്കിൽ മുഖത്ത് ചൊറിച്ചിലാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഡോണ്ട് ഡിസ്റ്റർബ് യുവർ സെൽഫ്. അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് പഠിച്ചു. അപ്പോൾ അന്നേരം ഇരിപ്പുള്ളൂ, പ്രാർത്ഥനയാണെന്ന് അറിയത്തില്ല. ഭാഗ്യമാണ്, പ്രകടനപരതയാണ്. അതെ. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിപ്പിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, ദെൻ വാട്ട് ആർ യു ഡൂയിങ് വൈൽ പ്രേയിങ്, എന്താ ഈ പ്രാർത്ഥന ചെയ്യണത്? അപ്പോൾ ഹീ സ്മൈൽഡ്, ചിരിച്ചിട്ട് പറഞ്ഞു, there are lots of secrecy in life, in prayer, but what you can do, you just sit down and in your heart you say, come Jesus come.
അത്ര പറഞ്ഞാൽ മതി. കം ജീസസ് കം. അത്രയും മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ എനിക്ക് എളുപ്പമല്ല, ചുമ്മാ വേറെ ഒന്നും പറയണ്ടല്ലോ. കം ജീസസ് കം. അപ്പൊ കം ജീസസ് കം എന്ന് ഞാൻ പ്രാർത്ഥന പഠിക്കുക. ആദ്യത്തെ പ്രാർത്ഥന അത് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. വേറെ ബാക്കി നമ്മൾ പഠിച്ചാണ് സ്വർഗസ്നായ നന്മദിനും ഒക്കെ അങ്ങനെ ചെല്ലും. അത് നമ്മൾ പഠിച്ചത് പാടുവാണല്ലോ. അല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനയായിട്ട് എന്താ പുറത്ത് വരുന്നത് എന്നുള്ളത് ആദ്യത്തെ അനുഭവമാണ്. അപ്പൊ കം ജീസസ് കം, കം ജീസസ് കം. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം ഈ കം ജീസസ് കം, കം ജീസസ് കം എന്ന് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞത് എൻ്റെ സ്വരം ഉയർന്നത് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കം ജീസസ് കം, കം ജീസസ് കം, കം ജീസസ് എന്ന്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചാപ്പലിൻ്റെ ജനലേക്ക് നോക്കിയപ്പം ബാക്കിയുള്ളവരിൽ നിന്ന് ചിരിയാ. പിന്നെ കുറേ നാളത്തേക്ക് എന്നെ അവർ കളിയാക്കും. എവിടെ അച്ഛൻ എന്നെ കണ്ടാലും കം ജീസസ് കം, കം ജീസസ് കം. പിന്നെ ശ്രമിച്ചു. പക്ഷെ അതെല്ലാം ഞാൻ പറയണത് അവരന്ന് കളിയാക്കിയെങ്കിലും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ ഒരു സ്നേഹം, അതൊരു സത്യമാണ്. അത് അപാരമാണ്. ആ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഇറ്റ്സ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ്. ആ ഒരു റിലേഷൻഷിപ്പാണ് പിന്നീട് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാൽവരിയിൽ രൂപപ്പെട്ട ആ തത്വം, സ്നേഹത്തിൻ്റെ തത്വം. അത് നോവും ആത്മാവിനെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രത്തിൽ നിന്ന് ഈ ഭൂമിയിൽ എന്തിനാ അങ്ങനെ ഒരു തത്വശാസ്ത്രം? മനുഷ്യൻ പഠിച്ച് വലിയ പഠിത്തങ്ങളൊക്കെ പഠിച്ച് വലിയ ആളുകളൊക്കെ ആകുന്നുണ്ട്. ബട്ട് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദറ്റ് ലേണിംഗ്? ദേ വിൽ ബി ലേണഡ് പീപ്പിൾ, ബട്ട് ദേ വിൽ നോട്ട് ബി ലവിങ് പീപ്പിൾ. അപ്പം നമുക്കിന്ന് ലോകത്ത് വേണ്ടത് ഫേമസ് പീപ്പിൾ അല്ല, ലേണഡ് പീപ്പിൾ അല്ല, സ്നേഹിക്കാൻ കഴിവുള്ളവരാണ്. എക്സാക്ട്ലി. അപ്പോൾ ആ ഒരു ഒത്തിരി ലേണഡ് പീപ്പിൾ ഉണ്ടാകട്ടെ, ധാരാളം ധനാഢ്യരുണ്ടാകട്ടെ, ധാരാളം ഫേമസ് ആയിട്ടുള്ള ആളുകളുണ്ടാകട്ടെ. ബട്ട് ലെറ്റ് ദം ഓൾ ലേൺ ദിസ് ബേസിക് നേച്ചർ ഓഫ് ലവ്. സ്നേഹത്തെക്കുറിച്ചുകൂടെ പറയണം. അതെ, ആ കാൽവരിയിൽ പൂത്ത ആ തത്വം ഇത് നമ്മുടെയൊക്കെ പ്രവൃത്തിപഥത്തിൽ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ വന്നാൽ ഐ തിങ്ക് ലൈഫ് വിൽ ബി മച്ച് ബെറ്റർ ആൻഡ് ദിസ് എർത്ത് വിൽ ബി മച്ച് മോർ ബ്യൂട്ടിഫുൾ ടു ലിവ് ഇൻ. അതാണ് എൻ്റെ ഒരു. അപ്പോൾ ഞാൻ ഈ നൊവിഷ്യേറ്റ് കാലഘട്ടത്തിൽ പഠിച്ചതാണ്. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പം ഞങ്ങളുടെ നൊവിഷ്യേറ്റ് ഹൗസ് കുണ്ണൂരടുത്ത് കോട്ടഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, തമിഴ്നാട്ടിൽ കോട്ടഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫാബുലസ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ വനമാണ്, പ്രകൃതി രമണീയം, നിറയെ എന്നാ പറയുന്നത്, സന്യാസ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യം. അതായത് ക്വയറ്റ്നെസ്. ശരിക്കും നമ്മുടെ കോമ്പൗണ്ടിന് വെളിയിൽ മുഴുവൻ കാടുകളാണ്, വനങ്ങളാണ്. മുള്ളുവേലി കഴിഞ്ഞാൽ ചുമ്മാ വനമാണ്. അപ്പോൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലായിരിക്കുന്ന ഒരു സന്തോഷമായിരുന്നു. നല്ല കാലാവസ്ഥ, പിന്നെ വളരെ കൺഡ്യൂസീവായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഏകാന്തതയിലിരിക്കാനും പുസ്തകം വായിക്കാനും രാത്രിയുടെ ഏത് യാമങ്ങളിൽ. ഈ ഏകാന്തത ദൈവികതയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി മുഴുവൻ മാറിപ്പോയത് ആ ഒരു ഒറ്റ വർഷം കൊണ്ടാണ്. ഞാൻ സെമിനാറിലേക്ക്, ഞാൻ നൊവിഷ്യേറ്റിലേക്ക് പോയ ജോഷി അല്ല നൊവിഷ്യേറ്റിൽ നിന്ന് തിരിച്ചിറങ്ങിയ ജോഷി. ദാറ്റ് ഐ നോ വെരി വെൽ. പിന്നെ ആ തീക്ഷ്ണത, ഇപ്പോൾ ഒരു വൈദികനാകണം എന്നുള്ള തീക്ഷ്ണത 42-ാമത്തെ വയസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ മർത്തിക്കണ്ടത്തെ പിതാവ്, കോതമംഗലം രൂപതയുടെ പിതാവിൻ്റെ ഒരു ചിറ്റപ്പനൊരു അച്ഛനുണ്ട്. ഈ രണ്ട്, ഇപ്പം ഞാൻ പിതാവിൻ്റെ അടുത്താണ് കുമ്പസാരിക്കാൻ പോയിക്കൊണ്ടിരുന്നത്, പിതാവാകുന്നതിന് മുമ്പ്. അതിനു മുമ്പ് നമ്മുടെ പൈങ്കുളം മഠത്തിലൊരു അച്ഛനുണ്ടായിരുന്നു, ജോസഫ് അച്ഛൻ. അതിന് ചെവിയൊന്നും അധികം കേൾക്കാനൊന്നും ഇല്ലല്ലോ. ഈ പറഞ്ഞ പോലെ ഈശോ പറഞ്ഞ പോലെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ കുമ്പസാരിക്കാൻ എല്ലാ മാസവും അച്ഛൻ. അപ്പോൾ ഈ 3 അച്ഛന്മാരും എൻ്റെ ജീവിതം, ഇപ്പോൾ ശുശ്രൂഷ ജീവിതം എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അന്ന് മടത്തിക്കണ്ടത്തിൽ പിതാവായിട്ടില്ല, നമ്മുടെ കോട്ടയത്ത് വടവാതൂർ സെമിനാരിയുടെ റെക്ടറായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസൊക്കെ ഉള്ളതൊക്കെ പോയി പങ്കുവയ്ക്കുന്നതും ഞങ്ങൾക്ക് അതിനുള്ള തീർച്ച തീരുമാനങ്ങൾ തരണമൊക്കെ പിതാവായിരുന്നു. ഒരു ദിവസം ഞാൻ കുമ്പസാരിക്കാനായിട്ട് മടത്തിക്കണ്ടത്തിൽ പിതാവിൻ്റെ വീട്ടിൽ പോയി. അന്ന് അച്ഛനാ, ജോർജൻ. അപ്പോൾ അന്ന് ഈ ചിറ്റപ്പൻ അച്ഛൻ അവിടെയുണ്ട്. അപ്പോൾ പിതാവിൻ്റെ അടുത്ത് കുമ്പസാരം കഴിഞ്ഞപ്പം പിതാവിനോട് പറഞ്ഞു, ചിറ്റപ്പൻ അച്ഛനെ കൂടെ ഒന്ന് കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ ചിറ്റപ്പൻ അച്ഛൻ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. നോർത്തിൽ ഒത്തിരി പാവങ്ങളുടെ കൂടെ ജീവിക്കുന്നൊരു, ശരിക്കും ഇത് പക്ക നല്ലൊരു വൈദികനാണ്, വിശുദ്ധനായൊരു വൈദികനാണ്. അപ്പോൾ അച്ഛൻ എന്നെ ഇങ്ങനെ സംസാരിച്ച് കൗൺസിലിംഗ് ഒക്കെ തന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മോനെ എടാ നീ 2 പ്രാവശ്യം സെമിനാരിൽ പോയി, ഇപ്പോൾ അതേ 42 വയസ്സായി. ഈ മോനെ ദൈവവിളി അതല്ല എന്ന് നിനക്ക് മനസ്സിലാകുകയും നീ അത് അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നീ ഒരു യഥാർത്ഥ മനുഷ്യനാവുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് 42 വയസ്സ് വരെ ഞാൻ
നിർബന്ധപൂർവ്വം ഞാൻ സിംഗിൾ ലൈഫ് ജീവിക്കുവാണ്. അപ്പോൾ എന്നോട് അന്നേരം നീ എളിമപ്പെടണം മോനെ, ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമായിട്ട് നിനക്ക് എന്തുകൊണ്ടൊരു കുടുംബജീവിതം നയിച്ചുകൂടാ? ഇപ്പോൾ നീ ചെയ്യുന്ന ശുശ്രൂഷയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു സഹായി അനുയോജ്യപ്പെട്ട ഒരാൾ വരുവാണെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാന്ന് ചിന്തിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അന്നത്തെ ആ കൗൺസിലിംഗ് ആ കുമ്പസാരം കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ തലയിൽ 42 വയസ്സാകുന്നു. എനിക്ക് 42 വയസ്സായ അന്നാണ് എനിക്ക് കല്യാണം ഉറപ്പിക്കാൻ 40, അതായത് 2010 ജൂൺ മാസം 5-ാം തീയതിയാണ് സ്നേഹയുടെ പപ്പ എനിക്ക് സമ്മതം തന്നത്, സ്നേഹനെ കല്യാണം കഴിച്ചോളാം. അത് വേറൊരു കഥ, അത് നമുക്ക് വേറെ അതിനെക്കുറിച്ച് ആ ദൈവപരിപാലനയുടെ ആ കഥ പിന്നീട് നമുക്ക് പറയാം. ഞാൻ സെമിനാരി ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനുശേഷം അപ്പം ഞാൻ എവിടെ നിന്നാണ് അങ്ങോട്ട് പോയത്? സത്യമായി ഗീത ഒരു മിനിറ്റ്. സെമിനാരി ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അതായത് മോളെ ഞാൻ പറഞ്ഞു വന്നത് ഈ സെമിനാരി ജീവിതം 11 വർഷം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴും എൻ്റെ ഉള്ളിൽ ആ ആഗ്രഹം ഒരിക്കലും കെട്ടടങ്ങിയിരുന്നില്ല. ഇനി വീണ്ടും ഞാൻ നൊവിഷ്യേറ്റ് കഴിഞ്ഞിട്ടുള്ള ആ കാലഘട്ടത്തിലേക്ക് ഒന്നുകൂടെ പോകാം. പിന്നീട് നൊവിഷ്യേറ്റ് കഴിഞ്ഞാൽ പിന്നെ 3 വർഷം ഫിലോസഫിയാണ്. ബ്യൂട്ടിഫുൾ. ഞങ്ങളുടെ സെമിനാരിയുടെ ഹോളി ഗോസ്റ്റ് ചർച്ചും അൽഫോൻസ് സെമിനാരി ബാംഗ്ലൂർ ഫ്രൈസർ ടൗണിൽ, ഇറ്റ്സ് എ ഹ്യൂജ് ബിൽഡിംഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ആൻഡ് ഭയങ്കര നല്ല എന്നാ പറയുക, വളരെ നല്ലൊരു ആംബിയൻസ് ആണ്. ഞങ്ങളുടെ സെമിനറി ഫോർമേഷന് എല്ലാ സൗകര്യങ്ങളും, സിംഗിൾ റൂമുണ്ട്, ടോയ്ലറ്റ്സ് മാത്രം കോമൺ ആണ്. അത് അച്ഛന്മാർക്ക് സിംഗിൾ റൂംസിലൊന്നും ടോയ്ലറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ അത്ര മനോഹരമായ ഒരു ആംബിയൻസിലാണ് എൻ്റെ പിന്നീടുണ്ടായ 3 വർഷം ഫിലോസഫിയും 3 വർഷം തിയോളജി. എൻ്റെ ഫൈനലി തിയോളജിയിലാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ 6 വർഷം ഞാൻ ആ ഹോമിലുണ്ടായിരുന്നു. മനോഹരമായ ഗ്രൗണ്ട്, എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രൗണ്ട്സ്. അത്രയും നല്ല വിശാലമായൊരു ഗ്രൗണ്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാ ഗെയിംസും, വോളിബോളുണ്ട്, ക്രിക്കറ്റുണ്ട്, ഫുട്ബോളുണ്ട്, ടെന്നീസുണ്ട്, ബാഡ്മിൻ്റൺ ഉണ്ട്. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യണം, അതെല്ലാം ചെയ്യാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടാകും. പിന്നെ സെമിനാരിൽ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കാനുള്ള, പാടേണ്ടവർക്ക് പാടാം, അഭിനയിക്കേണ്ടവർക്ക് അഭിനയിക്കാം, കഥ എഴുതേണ്ടവർക്ക് കഥ എഴുതാം, പുസ്തകം എഴുതേണ്ടവർക്ക് പുസ്തകം എഴുതാം. നോ ലിമിറ്റ്സ്. എല്ലാത്തിനും നമുക്കുള്ള എല്ലാ സംവിധാനവും. പിന്നെ ഭയങ്കര നല്ല, ഇപ്പോൾ ഫിലോസഫേറ്റ് ആണെങ്കിലും തിയോളഗേറ്റ് ആണെങ്കിലും വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലോസഫേറ്റ് ആൻഡ് തിയോളഗേറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ആ ഒരു ആഠ്യത്വത്തിൽ ഫോർമേഷൻ നയിച്ചു കൊണ്ടാൻ പറ്റി എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. എന്താ പറയുക, സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ സന്യാസ ജീവിതത്തിൻ്റെ 2 ഭാഗവും നന്നായിട്ട് കണ്ടവനും അനുഭവിച്ചറിഞ്ഞവനുമാണ് ഞാൻ. വിശുദ്ധരായിട്ടുള്ള മനുഷ്യർ, അതായത് ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിച്ച് അങ്ങനെ ജീവിച്ച് മരിച്ച അച്ഛന്മാർ ധാരാളം പേരുണ്ട്. നേരെ മറിച്ചൊരു ഗണമുണ്ട്. ഈ ഒരു ജീവിതത്തിലേക്ക് വന്നിട്ട് ഞാൻ എവിടെയാണ് പെട്ടുപോയത് എന്നറിയില്ലാതെ, അല്ലെങ്കിൽ ഓരോരുത്തരും എടുക്കേണ്ടുന്ന കമ്മിറ്റ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ 2 വള്ളത്തിലും കൂടെ ചവിട്ടി നടന്നു പോകുന്ന ധാരാളം, എന്താ പറയുക, മോശപ്പെട്ട വൈദികരെന്നൊന്നും ഞാൻ പറയണില്ല. ബട്ട് പ്രീസ്റ്റ്ഹുഡിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ ജീവിക്കുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മെജോറിറ്റി ആൾക്കാരെ വന്നേക്കുന്ന ആൾക്കാരെ എനിക്ക് തോന്നിയേക്കുന്നത് ഒരു കാര്യമുണ്ടല്ലോ ജോഷേട്ടാ, അവർ നല്ല വൈദികരായിട്ട് തന്നെ ആയിരിക്കും. പക്ഷെ അതിൽ 1-2 പേര് ചെയ്യുന്ന തെറ്റുകൾക്ക് ഒരു സമൂഹം മുഴുവനും. തീർച്ചയായിട്ടും അത് ഒരു പൊതുവായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. സന്യാസ ജീവിതത്തിന് പൊതുവായിട്ടുള്ളൊരു വിഷയം തന്നെയാണത്. അതായത് ഒരു 90% ആളുകളും നല്ല മനുഷ്യരാണ്, ജെന്യുവിനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തു പറഞ്ഞ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ, തയ്യാറാവുമ്പോൾ ചെറിയൊരു ശതമാനം ആളുകൾ നേരെ വിപരീതമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിനൊരു വലിയ മോശമായൊരു സാക്ഷ്യം. പക്ഷേ ഈ 90% ആൾക്കാർ നല്ലപോലെ ജീവിക്കുന്നത് കാണുന്നില്ല. അതുപോലെ പിന്നീട് പറയുമ്പോൾ അതിപ്പോൾ കത്തോലിക്ക തിരുസഭയുടെ സന്യാസത്തിന്റെ ഒരു പ്രത്യേകതയാണത്. ആരെ കാണിക്കാൻ ഇത് ചെയ്യണം? ആരെയും കാണിക്കാനല്ല ഒരു സന്യാസം എടുത്തേക്കണം. ഇറ്റ് ഈസ് ഫോർ ദെയർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ഞാൻ പറഞ്ഞില്ല, ജീവിതത്തിന്റെ അർത്ഥം തേടി അത്ര ത്യാഗോജ്വലമായി ജീവിക്കുന്ന ജീവിതമാണ് സന്യാസം. അത് പുറത്തുള്ളവരെ കാണിക്കാനൊന്നും വേണ്ടി. എന്നോട് ചോദിക്കുന്നവർ, നമ്മളിപ്പോൾ സംസാരിച്ച് ചോദിക്കുന്ന സമയത്ത് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പണ്ടത്തെ കാലത്തായിരുന്നു നമുക്ക് പറയാമെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ അവരെ നിർബന്ധിച്ച് നമ്മൾ കൊണ്ടുപോയി വിട്ടെന്ന്. പക്ഷെ ഇന്ന് നമുക്കത് പറയാൻ പറ്റില്ല. ഇല്ല, ഞാനൊക്കെ ഫ്രീ വിൽ. നമ്മുടെ ഇപ്പൊ ഞാൻ 11 വർഷത്തിന് ശേഷം അച്ഛന്മാരും കൂടെ ഡിസൈൻ ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. എങ്കിൽ പോലും അവിടെ ഒരാളെയും നിർബന്ധിച്ച് അച്ഛനാക്കുന്നില്ല, ഒരാളെയും നിർബന്ധിച്ച് കന്യാസ്ത്രീ ആക്കണില്ല.
ഇനി അച്ഛനായതിനു ശേഷം കന്യാസ്ത്രീ ആയതിനു ശേഷം അവർക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ അവിടെ ആരെയും പിടിച്ചു കെട്ടി വെച്ചുകൊണ്ടിരിക്കണില്ല. ഇറ്റ്സ് ആ ഫ്രീ വിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ സന്യാസത്തിൻ്റെ മഹനീയത എന്താണെന്ന് ജീവിക്കുന്നവർ, ഇപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ രാഷ്ട്രീയക്കാർ പ്രകടിപ്പിക്കണ പോലെ അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലുള്ളവർ ചെറിയ കാര്യം ചെയ്തിട്ട് പോലും ഇതുമായിട്ട് കാണിക്കണ പോലെ ഒന്നും ഒരു സന്യാസ ജീവിതം ആരും കാണിക്കില്ല. ഇപ്പോൾ നമ്മൾ ന്യായമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കേരള സഭയിൽ അല്ലെങ്കിൽ കേരള സമൂഹത്തിന് സന്യാസ ജീവിതം കൊടുത്തിട്ടുള്ള സംഭാവനകൾ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. ഒരിക്കലും പറ്റില്ല. വിദ്യാഭ്യാസ മേഖലയിലും ആതുര മേഖലയിലും ഈ സന്യസ്തര് ത്യാഗമായി തീർന്നതുകൊണ്ടല്ലേ ഇന്ന് കേരളമായിട്ടുള്ളത്. ആ സത്യമൊന്നും ആരും പറയുന്നില്ലെന്നുള്ളൂ. നമ്മളത് ഞങ്ങളാണ് ചെയ്തത് നമ്മൾ പിടിച്ചു വെക്കണമില്ല.